പൊളി സിനിമ, ലാലേട്ട തൂക്കി സിനിമ ഈ വർഷം. പൊളി വിഷ്വൽ മാജിക്, അത്രേ ഉള്ളൂ. പോട്ടോ. സിനിമ കുഴപ്പമില്ല. നമുക്ക് വ്യത്യസ്ത ജോണറുകളുള്ള സിനിമകൾ മലയാളത്തിൽ വരട്ടെ. അപ്പം ഇതും അതിൽ ഒരു എന്താ പറയുക, നമുക്ക് അതിലൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണിത്. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹം എന്നൊരു സിനിമ വന്ന് എക്സ്പെരിമെൻ്റൽ സിനിമകൾ മലയാളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്നത് അവരുടെ പേഴ്സണൽ ആ ഒരു ചോയ്സ് പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടോടി കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിധി കാക്കുന്ന ഭൂതം. ഇപ്പോൾ നമ്മളതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞാൽ അവർ നിധി കാക്കുന്ന ഒരു ഭൂതം അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പം പക്ഷേ ഇത് ഒരു പോർച്ചുഗീസ്, അതായത് ഗോവയിലേക്ക് വന്ന പോർച്ചുഗീസ് ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അപ്പം ഇത് തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു സംഭവം തന്നെയാണ് ഇതിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് എവിടെയൊക്കെ എനിക്കൊരു മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ ഒരു വൈബ് എനിക്ക് അടിച്ചായിരുന്നു. പക്ഷേ അത്രത്തോളം ഇമോഷണൽ കണക്ട് എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. ഇപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തനെ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും നമ്മൾ ഇത്രയും വയസ്സായിട്ട് ഇപ്പോഴും കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് കണക്റ്റായി അതങ്ങ് പോകുമ്പോൾ അവസാനം കുട്ടിച്ചാത്തൻ്റെ ആ ഒരു ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഇമോഷണൽ ആവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത്ര ഏകദേശം ചെറിയൊരു രീതിയിൽ ആ ഒരു വൈബൊക്കെ എനിക്ക് അവിടെ അടിച്ചായിരുന്നു. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ വളരെ മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്. ഡയറക്ഷനും പിന്നെ എനിക്ക് ഒരിടത്ത് മാത്രം ചെറുതായിട്ടൊരു അപാകതയായിട്ട് തോന്നി. ഒരു പെർട്ടിക്കുലർ സീനിൽ മാത്രം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് മോശമല്ലേ. ഇപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇപ്പം നമ്മളിൽ എല്ലാവരുടെയും ഒരു കുട്ടിത്വം ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കഥകളെല്ലാം നമ്മളെത്ര വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ ഇപ്പം ഒരു ബാലരമയോ ഒരു ബാലമംഗളോ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പേജൊക്കെ മറച്ചു നോക്കിയിട്ട് അതൊക്കെ വായിച്ച് നമുക്കൊന്ന് ആ ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോഴും. കാർട്ടൂണായിരുന്നാലും അനിമേറ്റഡ് ആയിട്ടുള്ള സീരീസൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുടെ ആയിരുന്നാലും മുതിർന്നവരായിരുന്നാലും നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഇത് തന്നെയാണ്. പിന്നെ സ്റ്റോറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ കാരണം നമുക്ക് അൺപ്രഡിക്റ്റബിളായിട്ട് ഭയങ്കരമായിട്ട് ഒന്നുമില്ല. നമ്മളൊരു നാടോടി കഥയിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തുടക്കം മുതലേ അതിൻ്റെ ഒരു ഹിൻ്റ് തരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇത് കഥ. അപ്പം അങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിളായിട്ട് അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ അവർക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് കാണുമല്ലോ. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയൊന്നുമില്ല. ഇതൊരു സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥ അങ്ങനെ തന്നെ ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്നു. പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവസാനം വരുന്നതാണത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ആ ഒരു സിനിമയുടെ ഓവറോൾ ആ ഒരു മൂഡിനെ ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഒരു കാര്യം ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ക്യാമിയോടെ വരുമ്പോഴത്തേക്ക് ആ ഒരു മൂഡിങ്ങനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ എനിക്കൊരു എന്താ പറയുക, കഥയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷേ പലർക്കും ഇഷ്ടപ്പെടാൻ, മിക്കവാറും ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടാൻ ആയിരിക്കും ചാൻസ് ഉണ്ട്. നല്ല പടം. അത് 3D ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 3D ആണ് കിടിലായിട്ടുള്ളത്. പിന്നെ കൊച്ചു പിള്ളേരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അത് പറയണ്ടല്ലോ. അല്ല കൊള്ളാം. നല്ല നമുക്ക് ചിലപ്പം കാഷ്വലായിട്ട് മൂവി തോന്നും, പക്ഷേ കൊച്ചു പിള്ളേർക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. 3D ആണ് കിടിലായിട്ടുള്ളത്. നല്ലതായിട്ട് 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല പടം. പിന്നെ പറയണ്ട, ഫാൻറ്റസി മൂവി, ഒരു അഡ്വഞ്ചർ മൂവി തന്നെ. കൊള്ളാം, കുഴപ്പമില്ല. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറയാ. നല്ല പടം. കൊള്ളായിരുന്നു. നൈസ് പടം. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ചോദിച്ചപ്പോൾ പേടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അടുത്തൊക്കെ വന്നോ? അടുത്തൊക്കെ വന്നു. ആകപ്പാടും സൂപ്പർ, അടിപൊളി. അല്ല തിയേറ്ററിൽ വാച്ച് ആസ് എ 3D ഫിലിം ഇറ്റ്സ് ഗുഡ്. അതിനെ പറ്റിയൊന്നും പറയാൻ ആളല്ല. പടം നല്ല രസമുള്ള പടം. നല്ല പടം കേട്ടോ. നല്ല 3D എഫക്റ്റ്, വിഷ്വൽ ട്രീറ്റാണ് പടം. ഒരു ഫാൻറ്റസി മാജിക്, അത് കാണാൻ വേണ്ടി വരിക. മോഹൻലാൽ സൂപ്പറാണ്, വേറെ ഒരു പ്രശ്നമാണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അയാളുടെ എല്ലാ കഴിവും ഇത്രയും വർഷത്തെ 36-40 വർഷത്തെ എക്സ്പീരിയൻസിൽ എടുത്തിട്ടുണ്ട്. സൂപ്പർ. സൂപ്പർ.
സൂപ്പറായിരുന്നു. മോഹൻലാൽ കൊള്ളാമോ? മേക്കിംഗ് വിഷ്വൽസ് അടിപൊളിയാണ്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഫാന്റസി മൂവിയാണ്. സിനിമ അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. 3D ഒക്കെ എഫക്റ്റ് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ അഭിനയം പിന്നെ പറയണ്ടല്ലോ, പുള്ളിയെ നല്ല അഭിനയം. ഈ 3D എഫക്റ്റ് അടിപൊളിയായിരുന്നു. ഫാമിലി ഓഡിയൻസിൻ്റെ ഡയറക്ഷനൊക്കെ അടിപൊളി. പുള്ളിയെ പിന്നെ പറയണ്ട, 3 വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാം ഇതിലുണ്ട്. സിനിമ നമ്മൾ ലാലേട്ടൻ്റെ ആ ഒരു ഡയറക്ഷൻ കാണാൻ വേണ്ടി വന്നത്. അത് വെച്ച് നോക്കുമ്പോൾ തീർത്ത് നിരാശ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു മോശം പടം എടുക്കും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. വളരെ മോശം, ഒന്നുമില്ല പടത്തിൽ. എക്സ്പെക്ട് ചെയ്ത ഒന്നുമില്ല. 20 മിനിറ്റ് കഴിയുമ്പം തിയേറ്റർ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. മേക്കിംഗ് കാര്യം അതാണ് ഒരു രീതിയിൽ നമുക്ക് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. 3D മാത്രമേ കൊള്ളാവൂ. മൊത്തത്തിൽ മോശമാണ്. സ്ക്രിപ്റ്റാണ് ഏറ്റവും മോശം. നോവൽ പോലെ എടുത്ത് വെച്ചിരിക്കുന്നു. വളരെ മോശമാണ്. കാണാൻ മാത്രം ഒന്നുമില്ല. നല്ല രീതിയിൽ 3D എഫക്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. കൊള്ളാം. എല്ലാം പക്കാം. കൊള്ളൂല. ചുമ്മാ കുറേ സീൻസ് എടുത്ത് വെച്ച് ചുമ്മാ ആൾക്കാരെ ഒരുമാതിരി ഇതാക്കിയ പോലെ തോന്നി. ഒരു വെറുതെ എടുത്തു വെച്ചതുപോലെ. ഡയറക്ഷൻ പോരാ. അടിപൊളി പടം. ഒരു വിഷ്വൽ ട്രീറ്റ്, ടോട്ടൽ വിഷ്വൽ ട്രീറ്റ്. കുട്ടികൾക്കും ഫാമിലിക്കും ഒരുമിച്ച് കാണാം. വളരെ നല്ല പടം. നല്ല പറയാറുണ്ടോ പ്രത്യേകിച്ച്? പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പുള്ളിയുടെ മേക്കിംഗ് വൈസ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഡയറക്ഷനാണ് കുറച്ചുകൂടെ പുള്ളി ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തോന്നുന്നു. കാരണം മേക്കിംഗ് വൈസ് നല്ല രീതി വന്നിട്ടുണ്ട്. സ്റ്റോറി കുറച്ചൊരു വീക്കാണ്. 3D എല്ലാം അടിപൊളി. 3D VFX ബാക്കി സൗണ്ട് എല്ലാം നല്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എടുത്ത് പറയേണ്ട ഒരു ഇതാണ്. നമുക്കൊരു തിയേറ്റർ പക്കാ തിയേറ്റർ സ്റ്റാഫാണ്. പക്ഷേ ഒരു സ്റ്റോറി വൈസ് ചെറിയൊരു ഇതുണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുന്നത്. ആ രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്.